കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. നാഷണൽ ആയുഷ് വകുപ്പിന് കീഴിൽ മട്ടന്നൂർ പഴശ്ശി കന്നാട്ടുംകാവിൽ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച ആയുർവേദ ആശുപത്രി നാടിന് സമർപ്പിച്ചു. നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ജനങ്ങൾക്ക് അറിയുന്ന ഒരു ക്യാൻസർ സെന്റർ RCC മാത്രമായിരുന്നു 2014 മുമ്പ്. മട്ടന്നൂരിൽ ഉൾപ്പെടെ ആള് നേരെ പോകും RCCയിലേക്ക്. എന്നാൽ ഇന്ന് സൗത്ത് ഇന്ത്യയിലെയും കേരളത്തിൽ ഇന്ത്യയിലെയും ഏറ്റവും അറിയപ്പെടുന്ന ചികിത്സാ കേന്ദ്രമായി മലബാർ ക്യാൻസർ സെന്റർ മാറിയത് ടീച്ചറുടെ കാലത്താണ്. കിഫ്ബിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 600 കോടി രൂപയുടെ പദ്ധതി ഇന്ന് മലബാർ ക്യാൻസർ സെന്റർ എന്നത് ക്യാൻസർ ചികിത്സയ്ക്ക് ഏതൊരാൾക്കും വിശ്വാസപൂർവ്വം ചെല്ലാൻ സാധിക്കുന്ന ഒരു ചികിത്സാ കേന്ദ്രം, ഏറ്റവും കൂടുതൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്ന സെന്റർ, ഏറ്റവും മികച്ച ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ, അവിടെ റോബോട്ടിക് സർജറി, കാർട്ടിസൽ ട്രീറ്റ്മെന്റ്, ഇങ്ങനെ ക്യാൻസർ ചികിത്സാ കേന്ദ്രത്തെ ആധുനികമായ ചികിത്സാ രീതികൾ കൊണ്ടുവന്നതും മലബാർ ക്യാൻസർ സെന്റർ ടീച്ചറുടെ കാലത്തായിരുന്നു. അവിടെ ഒരു 2 വർഷം കൊണ്ട് അതൊരു ഓങ്കോളജി, നേരത്തെ ഒരു ക്യാൻസർ സെന്റർ മാത്രമായിരുന്നു മലബാർ ക്യാൻസർ. ഇന്നത് മലബാർ ക്യാൻസർ സെന്റർ മറിച്ച് ഓങ്കോളജിക്കൽ റിസർച്ച് സെന്ററാണ്. ചടങ്ങിൽ KK ശൈലജ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ N ഷാജിദ്, E സജീവൻ, O പ്രീത, P ശ്രീനാഥ്, KT ചന്ദ്രൻ, K ഭാസ്കരൻ, P പുരുഷോത്തമൻ, NV ചന്ദ്രബാബു, K രജിത, ഡോക്ടർ DC ദീപ്തി, ഡോക്ടർ PR സജി, ഡോക്ടർ KC അജിത് കുമാർ, M രതീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. 15.90 കോടി രൂപ ചെലവിലാണ് 50 കിടക്കകളുള്ള ആശുപത്രി നിർമ്മിച്ചത്. 4 നിലകളുള്ള കെട്ടിടത്തിന്റെ 3 നിലകളുടെ നിർമ്മാണമാണ് പൂർത്തിയായത്. താഴത്തെ നിലയിൽ OP, ഡോക്ടർമാർക്കും ജീവനക്കാർക്കുമുള്ള മുറികൾ, 1-ാം നിലയിൽ സ്ത്രീകളുടെ ജനറൽ വാർഡ്, പഞ്ചകർമ്മ യൂണിറ്റ്, 2-ാം നിലയിൽ പുരുഷ ജനറൽ വാർഡ്, ഫിസിയോതെറാപ്പി, മിനി ഓപ്പറേഷൻ തിയേറ്റർ എന്നിവയും ഉണ്ടാകും. 3-ാം നിലയിൽ പേവാർഡുകൾ, എക്സ്റേ റൂം, കഫ്റ്റീരിയ, അടുക്കള എന്നിവയും ഉണ്ടാകും. ഇന്റഗ്രേറ്റഡ് ഹെൽത്ത് സെന്റർ എന്ന നിലയിലാണ് ആശുപത്രി നിർമ്മിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ.